അപ്പൊ എല്ലാവർക്കും യോഗസൂത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാനുള്ളത് ഒന്നാമത്തെ പാദത്തിലെ 29ാമത്തെ സൂത്രവും 30ാമത്തെ സൂത്രവും. 29, 30. അത് സൂത്രം ഒന്ന് വായിക്കാം. തഥ പ്രത്യക് ചേതന അധിഗമഃ അഭി അന്തരായ അഭാവശ്ച. തഥ പ്രത്യക് ചേതന അധിഗമഃ അഭി അന്തരായ അഭാവശ്ച. അത് ഇതുവരെയുള്ള നമ്മള് സമാധിപാദത്തില് 23 മുതലുള്ള സൂത്രങ്ങളെ നമ്മള് മനസ്സിലാക്കണം എന്നുള്ള. ഇവിടെ തഥ എന്ന് പറയുമ്പോ അതിനെ തുടർന്ന് ഇവിടെ പറയുന്നുണ്ട് കിംച, വ്യാസഭാഷത്തിൽ പറയാണ് കിംച അസ്യ ഭവതി. അതായത് വേറെ ഇപ്പോ ഇതുവരെ നമ്മൾ ചെയ്തു വച്ച പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള സാധനാ തലങ്ങളിൽ ഇനി വേറെന്തെങ്കിലും ഫലം ഇതിൽ നിന്ന് ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് അസ്യ ഭവതി, എന്തെങ്കിലും ഫലം, വേറെന്തെങ്കിലും ഫലം ലഭിക്കുമോ എന്നുള്ളതാണ്. ആ ഫലത്തിലേക്കാണ് ഈ സൂത്രം നമ്മളെ കൊണ്ടുപോകുന്നത്. എന്താണ് ആ ഫലം എന്നുള്ളതാണ്. അപ്പോ തഥാ ഇതിനെ തുടർന്ന് പ്രത്യക് ചേതന എന്ന് പറഞ്ഞാല് അബ്സൊല്യൂട്ട് കോൺഷ്യസ്നെസ്. നമ്മളിപ്പോ പറയുമ്പോൾ ഇവിടെ അന്തരാത്മാവ് എന്ന് പറയാണ്. കാരണം ഇവിടെ നമ്മളിപ്പോ ആത്മാവിനെ എന്തിനാണ് ഇങ്ങനെ പല പേരുകൾ വിളിക്കുന്നത് എന്ന് തോന്നും. ഇത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യോഗസൂത്രമാണെന്നും ഇത് നമ്മളെ പെട്ടെന്ന് വളരെ വളരെ പതുക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ഓരോ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇത് എന്താണോ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ആ ലക്ഷ്യമാക്കുന്നതിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഇത് ഓരോ സ്റ്റെയർ കേസ് കയറിക്കൊണ്ടാണ്, അല്ല പെട്ടെന്ന് എടുത്ത് ചാടല്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആത്മാവിന്റെ ഓരോ താല്പര്യങ്ങളെയും പുരുഷന്റെ ഓരോ താല്പര്യങ്ങളെയും വ്യത്യസ്ത തരത്തിൽ ഇത് അഭിസംബോധന ചെയ്യാണ്. അതുകൊണ്ടാണ് പ്രത്യക് എന്നിവിടെ ഉപയോഗിച്ചത്. പ്രത്യക് എന്ന് പറഞ്ഞാല് എന്താ പറയാ, പൂർവമായത് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഈശ്വരന്റെ താല്പര്യമാണ്. ഉള്ളിലുള്ളത് എന്നൊക്കെ പറയാം. ഉള്ളം എന്നൊക്കെ പറയില്ല, അതേപോലെ ഉള്ളിലുള്ളത്. ആ ഉള്ളിലുള്ളതും പുറത്തുള്ളതും ഒക്കെ ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ സമാധി എന്നുള്ള താല്പര്യത്തിൽ വെച്ച് കൊണ്ടുവേണം നമ്മൾ ഈ പ്രത്യക് ചേതന. പൊതുവെ ആളുകൾ സംശയം, എന്തിനാണ് ഇങ്ങനെ പല പേരുകൾ വിളിച്ചിങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് തോന്നും. പക്ഷെ ഓരോ സൂത്രത്തിനും അതിൻ്റെ താല്പര്യം നമ്മളെ കൃത്യമായിട്ട് എന്തിലേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ കൊണ്ടുപോകേണ്ട താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ സൂത്രത്തിന്റെയും താല്പര്യം വരുന്നത്. അപ്പൊ ഇവിടെ ആത്മാവിന്റെ അന്തരാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവും അന്തരാത്മാവും ഒക്കെ ഒന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെ എടുത്തു പറയുന്നത് അതിന്റെ വിഘ്നങ്ങൾ എന്നാണ്. കാരണം അടുത്ത താല്പര്യം നോക്കൂ, അന്തരായ അഭാവങ്ങളാണ്. തുടർന്ന് വരുന്ന എന്താണ്? അന്തരായ ഭാവം. അപ്പോ ഇവിടെ പ്രത്യക് ചേതന എന്ന് പറയുമ്പോൾ അധിഗമ എന്ന് പറയുമ്പോൾ നേടുന്നു, അല്ലെങ്കിൽ പ്രാപ്തമാവുന്നു, അല്ലെങ്കിൽ നേടിയെടുക്കുന്നു, അങ്ങനെയാണ് പ്രാപ്തമാവും. അധിഗമ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, പ്രാപ്തമാവുക, അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ആത്മാവിന്റെ നേടിയെടുക്കലാണ്. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി വളരെ സിമ്പിൾ ആയിട്ട് പറയണം. ആത്മസാക്ഷാത്കാരം എന്നുള്ള അവസ്ഥ എങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ, പ്രാപ്തമായി കഴിഞ്ഞാൽ അവിടെ അതിന് കൂടാതെ വരുന്ന ഈ അന്തരായങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തടസ്സങ്ങൾ, വിഘ്നങ്ങൾ. അപ്പൊ ഈ തടസ്സങ്ങളെ ഇവിടെ സൂത്രത്തിൽ പറയുന്നുണ്ട്, വ്യാസഭാഷത്തിൽ പറയുന്നുണ്ട്, വ്യാധി പ്രബുദ്ധയ, വ്യാധി മറ്റുള്ള കാര്യങ്ങൾ. അത് അടുത്ത സൂത്രത്തിലാണ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾ സാമാന്യ അർത്ഥത്തിൽ നമ്മളെ തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, ആത്മാവിന് തട്ടുന്ന പ്രതിബന്ധങ്ങൾ. അപ്പോ ഈ പ്രതിബന്ധങ്ങളെ എങ്ങനെ എങ്ങനെ മാറ്റാം, എങ്ങനെ അഭാവം ചെയ്യാം, എങ്ങനെ മാറ്റിവെക്കാം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യക് എന്ന് പറഞ്ഞാല് മറ്റൊരു തരത്തിൽ പരാഗ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റീവാണ്. പരാഗ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, പ്രത്യക് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് ഈ അകത്തേക്ക് നിന്നിട്ട് നോക്കിക്കാണുന്നത് വെച്ചാല് ഈ അകത്തുള്ളതിന്റെ പ്രാധാന്യം എന്താ വെച്ചാല് അത് ജീവന്റെ പ്രാധാന്യമാണ്. ജീവന് എന്തും താല്പര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.
അപ്പോ അത് ഇവിടെ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് അതിന്റെ താല്പര്യം വലുതാണെന്നുള്ള. അപ്പൊ നമുക്കൊരു ഒരു മാമ്പഴത്തിന്റെ വിത്ത് ഇട്ട് കഴിഞ്ഞാല്, ആ മാമ്പഴം വിത്ത് ഇട്ട് കഴിഞ്ഞാല് ആ മാമ്പഴത്തിന് എന്ത് സംഭവിക്കും? അതിന്റെ അത് വളർന്നു വലുതായി, ചെറിയ ബീജമാണ്, അത് വളർന്നു വലുതായി. അപ്പൊ നമ്മൾ കരുതുന്നത് എന്താണ്? മാമ്പഴം മാത്രം ലഭിക്കുന്നു എന്നുള്ള തരത്തിലാണ് നമ്മൾ കുഴിച്ചിടുക. പക്ഷെ അതിന് എന്തൊക്കെ ലഭിക്കും? അതിന് തണൽ ലഭിക്കും. പിന്നെ അതിന്റെ തണല് മാത്രമല്ല, അതിൽ ഒരുപാട് പക്ഷികൾ വന്ന് ഈ പ്രകൃതിക്ക് അത് ബാലൻസിങ് ആണ്. പിന്നെ നല്ല ഓക്സിജൻ ലഭിക്കും. പിന്നെ അതിന്റെ എന്താണ് അതിന്റെ ഇലകള് നമുക്ക് ഉപകാരപ്പെടും. പല്ല് തേക്കാനും, മാവിലൊക്കെ പഴുത്ത മാവില നല്ലതാണ് പല്ലിനൊക്കെ, അപ്പൊ ടീത്തിന് ഗുണകരമാണ്. പിന്നെ അതില് നമുക്ക് വിറകുണ്ടാക്കും, ഏതെങ്കിലും ഇത് വീണ് വിറകാവും. അങ്ങനെ ഒരുപാട് താല്പര്യത്തിലേക്ക് ഇത് പോവുകയാണ്. അപ്പൊ അതിന് വളർത്തി കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? ഈ വളരെ പരിചരിച്ചു കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നാൽ അതിൻ്റെതായ ഫലം ലഭിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ അന്തരായ അഭാവങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരവും മനസ്സും ശരീരവും മനസ്സും കുറച്ചും കൂടി ക്രിയാത്മകമായിട്ട്, ശാന്തമായിട്ട്, കുറച്ചും കൂടി വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ എന്താ പറയാ ഒരു സ്വരൈക്യത്തിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഈ സൂത്രത്തിന്റെ താല്പര്യം പറയുന്നത്. ഈ അന്തരായ അഭാവങ്ങൾ, വിഘ്നങ്ങൾ വിഘ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ, ആ വിഘ്നങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, ശരീരത്തിനും മനസ്സിനുണ്ടാകുന്ന വിഘ്നങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, ആ ആത്മാവിന്റെ സാക്ഷാത്കാരത്തോട് കൂടിയിട്ട് നമ്മളിലുള്ള കഴിവിന്റെ ഒരു വലിയ സാധ്യത, നമ്മളുള്ള അച്ചീവ്മെന്റിന്റെ ഒരുപാട് സാധ്യത നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോ നമ്മളിപ്പോ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ ശരീരത്തിന്റെ പ്രവർത്തനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ്. ഐ ആം ദ ബോഡി, അല്ലെങ്കിൽ ഞാൻ എന്റേത് എന്നുള്ള താല്പര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ്. അപ്പൊ അത് അപ്പൊ അത് ഈ മനസ്സിന്റെയും ശരീരത്തിന്റെയും മാത്രം ഫോക്കസിലേക്ക് വരുമ്പോ സ്വാഭാവിക അവിടെ വിഘ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ അവിടെ വിഘ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഈ അന്തരായ അഭാവങ്ങളായി കാണേണ്ടത്. അപ്പോ നമ്മൾ കൂടുതൽ ഈ ആത്മസാക്ഷാത്കാരം ഇത് എന്തിനു നേടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിത് നേടിക്കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഈ ശരീരവും മനസ്സിന്റെയും പ്രവർത്തനങ്ങളെ കൂടാതെ നമുക്ക് ബോധത്തിന്റെ പ്രവാഹത്തെ പിന്തുടരാൻ പറ്റുന്നത്. എന്താണ് നമ്മൾ എവിടെയാണ് ജാഗ്രത പുലർത്തേണ്ടത്? നമുക്കിവിടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും താല്പര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വരാൻ പറ്റാതിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബോധത്തിന്റെ പ്രവാഹത്തിൽ ഒരു തുടർച്ചയെ, ഒരു കണ്ടിന്യൂറ്റി നമുക്കിവിടെ കൊണ്ടുവരാം. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പോകേണ്ടതിന്റെ പ്രാധാന്യം പറയുന്നത്. സമാധിസ്ഥനമാവേണ്ടതിനെ കുറിച്ചുള്ള താല്പര്യം പറഞ്ഞു വെക്കുന്നു. അപ്പോ ഇപ്പോ ചേതന എന്ന് പറഞ്ഞ ആത്മാവാണ്. അപ്പോ പ്രത്യക് എന്ന് പറഞ്ഞാല് അന്തരാത്മ, അല്ലെങ്കിൽ ഉള്ളിലുള്ളത് പ്രത്യക് ചേതന, ഉള്ളിലുള്ള അന്തരാത്മ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ജീവചൈതന്യം. അപ്പൊ ഈ ജീവചൈതന്യത്തിനെ അറിയുമ്പോൾ തന്നെ ആ ഈശ്വരതയെയും നമ്മൾ അറിയണം. ജീവനെ അറിയുക എന്നുള്ളത് തന്നെയാണ് ഈശ്വരനെ അറിയുക എന്നുള്ളത്. അപ്പൊ ഉപാധിയിലെ ഭിന്നതയുള്ളൂ, ഉപാധിയിൽ ഭിന്നമായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ പറയാറില്ല എക്സാമ്പിള്, കടലിലെ വെള്ളം എടുത്തു കഴിഞ്ഞ് കടലിലെ വെള്ളം നമ്മളൊരു ബക്കറ്റിൽ എടുത്തു കഴിഞ്ഞ് പുറത്തു വെച്ചാൽ ആ കടലിലെ വെള്ളവും ബക്കറ്റിലെ വെള്ളവും ഉപാധിയാ വ്യത്യാസം. യഥാർത്ഥത്തിൽ എന്താ? കടലിലെ വെള്ളത്തിന്റെ എസൻസും ബക്കറ്റിലെ വെള്ളത്തിന്റെ എസൻസും ഒന്നാണ്. വെള്ളം ഒന്നാണ്, ഉപാധിയിൽ വ്യത്യാസമുണ്ട്. ആ തരത്തിൽ അതിനെ അപ്പോ നമ്മളെ ജീവന്റെ താല്പര്യത്തെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. അപ്പോ അന്തരായങ്ങൾ എന്ന് പറഞ്ഞ വിഘ്നങ്ങൾ, അഭാവം എന്ന് പറഞ്ഞാൽ ഭവിക്കാതിരിക്കുക, അതുപോലെ തന്നെ അഭി എന്ന് പറഞ്ഞാൽ അത് കൂടാതെ, ഇച്ഛാന്നൊക്കെ ഉപയോഗിക്കും, കൂടാതെ ഈ അന്തരായങ്ങൾ മുഴുവനായി മാറുന്നു എന്നുള്ളതാണ്. അന്തരായങ്ങൾ നമ്മൾ അടുത്ത സൂത്രത്തിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇനി വ്യാസഭാഷ്യത്തിലേക്ക് ഒന്ന് പോകാം. ഏതാവത് അന്തരായ വ്യാപി പ്രബുദ്ധയ തേ താവത് ഈശ്വര പ്രണിധാനാത് ന ഭവതി സ്വരൂപ ദർശന അഭി അസ്യ ഭവതി. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു ഏതാവത് വ്യാധി പ്രബുദ്ധി, അതായത് ആ അന്തരായങ്ങൾ, ആ രോഗങ്ങൾ തുടങ്ങിയവ, തുടങ്ങിയവ, വ്യാധി തുടങ്ങിയവ, അത് ഈശ്വര പ്രണിധാനാത് ഈശ്വരന്റെ പ്രസന്നത കൊണ്ട്,
അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഈശ്വരന്റെ പ്രസന്നത കൊണ്ട് എന്തെന്ന് വിഘ്നങ്ങൾ ഇല്ലാതായി പോവാണ്. അപ്പൊ ഈശ്വര പ്രണിധാനാണ് വ്യാസൻ ഭാഷ്യത്തിന് താല്പര്യമാണ്, വ്യാസഭാഷ്യത്തിന് താല്പര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതിയുടെ, നമ്മുടെ ഉള്ളിലുള്ള പ്രകൃതിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ഈ അണ്ടഘടാകത്തിന്റെ, നമ്മുടെ ഉള്ളിൽ പുറത്തുള്ള ഒക്കെ ഒന്നാണ്, ഫൈവ് എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ബന്ധിതമാകുന്ന ശക്തികൾ അല്ലെങ്കിൽ ബന്ധിതമാകുന്ന എന്തുകൊണ്ടാണോ അത് എല്ലാം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഈ ജീവചൈതന്യത്തിന്റെ പ്രവാഹത്തിന്റെ ബോധ താല്പര്യത്തിന്റെ പ്രവാഹത്തിന് അനുസ്യൂതമായി നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ്. അതാണ് നേരത്തെ നമ്മള് ഈശ്വര പ്രണിധാന, നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ 23-ാമത്തെ സൂത്രം, അത് നമ്മളെ ക്രിയകള്, നമ്മളെ കർമ്മങ്ങള് സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോ നമ്മുടെ പ്രവർത്തനത്തിനെ ദിവ്യമാക്കിയിട്ട് മാറ്റുമ്പോൾ അവിടെ വിശേഷ പുരുഷൻ എന്താണ് സൂത്രം? 24-ാമത്തെ സൂത്രം. 24-ാമത്തെ സൂത്രം ക്ലേശ കർമ്മ വിഭാഗാശി അപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര. അപ്പൊ അങ്ങനെ നമ്മളെ ആ പുരുഷ വിശേഷനായിട്ട് ഈശ്വരനാൽ, ആ ചൈതന്യത്താൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ തന്നെ എന്താണ്, നമ്മളെ കർമ്മങ്ങളിലെ പ്രവർത്തനങ്ങളിലെ ഫലങ്ങളൊക്കെ ദിവ്യമായി മാറും. അങ്ങനെ ആ ദിവ്യമായി മാറുമ്പോൾ പിന്നെ നമ്മൾ 25-ാമത്തെ സൂത്രം എന്താ പറഞ്ഞത്? ആ ദിവ്യമായി മാറുന്ന ഫലം എന്ന് പറഞ്ഞാൽ ആ വരുന്നത് സർവജ്ഞാനത്തിന്റെ ഉറവിടത്തിൽ നിന്നാണ്, ആ സർവജ്ഞാനത്തിന്റെ ബീജത്തിൽ നിന്നാണ്, ആ ചൈതന്യമാകുന്ന ബീജത്തിൽ നിന്നാണ് പിന്നീടുള്ള ആ പ്രവാഹങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളത്, അവിടുന്നാണ് അതിന്റെ ഫലം വരുന്നത്. മറ്റെന്തുണ്ടായാലും ആ തടസ്സങ്ങളൊക്കെ, ആ വിഘ്നങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നത് ആ സർവജ്ഞാനത്തിന്. ഇവിടെ അതാണ് നമ്മൾ 23 മുതലുള്ള സൂത്രങ്ങൾ താല്പര്യപ്പെടുന്നത് മനസ്സിലാക്കേണ്ടത്. ഇത് എല്ലാ തലത്തിൽ നിന്നും നോക്കി കാണാൻ ശ്രമിക്കുക. അപ്പോ ആ സർവജ്ഞാനത്തിന്റെ ഉറവിടത്തിൽ നിന്നും ആ ഉറവിടത്തിൽ നിന്നും അതിന്റെ ഫലം ലഭിക്കുകയാണ്. അതെന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം താല്പര്യമായി മാറുകയാണ്. അതാണ് നെക്സ്റ്റ് 26-ാമത്തെ സൂത്രം. കാരണം ഈ പ്രപഞ്ചത്തിന്റെ കാലാതീതനായി മാറുകയാണ് ഗുരു കാലാതീതനായി മാറുകയാണ്. ആ ചൈതന്യം കാലാധിവർത്തിയായി മാറുകയാണ്. അവിടെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഉണ്ടാവില്ല. അവിടെ ആ ഒഴുക്ക് മാത്രമായി തീരുകയാണ്. അവിടെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള മാനാപമാനങ്ങളോ ജയപരാജയങ്ങളോ നമ്മളെ ശരീരം ഒരു ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒഴുകാൻ തുടങ്ങുകയാണ്. ആ ചൈതന്യം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമ്മൾക്ക് ഇന്നതിപ്പോ ചെയ്യണം, നാളെ ചെയ്യണം എന്നല്ല. അതിന് സ്വാഭാവികമായിട്ടും ആ പ്രബോധത്തിന്റെ പ്രവാഹ നിമിത്തം നമ്മൾ അതിന് അനുകൂലമായി പ്രവർത്തിക്കുക എന്നുള്ളത്, നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. കർമ്മങ്ങൾ അവസാനിച്ച് തീരുകയാണ്. കർമ്മങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അവിടുന്നാണ്. അപ്പൊ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ അതിന്റെ പ്രവാഹത്തിന്റെ കൂടെ നമ്മൾ ഒഴുകുന്നത്. അതാണ് ഗുരു എന്നുള്ള താല്പര്യത്തെ നമ്മൾ ഒന്നാമത്തെ പാദത്തിൽ 26-ാമത്തെ സൂത്രം മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സൂത്രത്തിൽ 27-ാമത്തെ എന്താണ്? പിന്നെ അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോൾ അതിന്റെ സ്പന്ദമാണ്. ഈ പ്രപഞ്ചം മൊത്തം അതിന്റെ സ്പന്ദമാണ്. അതാണ് ഓങ്കാരമായി മാറുന്നത്, പ്രപഞ്ചത്തിന്റെ ആദ്യ ശബ്ദമായി മാറും. അത് നമ്മൾ പറഞ്ഞ് പറയിൽ നിന്നും പശ്ചിമയിലേക്കും മധ്യമയിലേക്കൊക്കെ വന്ന് ഭവിക്കും. പിന്നെ അത് വൈഖരിയായി മാറുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഊർജ വിന്യാസങ്ങളായി മാറുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് 28-ാമത്തെ. അത് അർത്ഥഭാവന കണ്ടെത്തുക, അത് ആവിഷ്കരിക്കുക. അത് നമ്മളെ വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലും ഒക്കെ എന്താണ് ആ ചൈതന്യത്തിന്റെ സ്ഫുല്ലിംഗമാണെന്നും ആ ചൈതന്യത്തിന്റെ ആ സ്പന്ദനമാണെന്നും അറിഞ്ഞുകൊണ്ട് അതിനെ ആവിഷ്കരിക്കും. ഓരോ ജീവരേണുക്കളിലും നമ്മൾ അതിന്റെ സ്പന്ദനം തിരിച്ചറിയും. അപ്പൊ അതിനാണ് അപ്പൊ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഇവിടെ പങ്കുവെക്കാനായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല. അത് മാത്രം പങ്കുവെക്കാനുണ്ടാവുള്ളൂ. ആ ബോധപ്രവാഹത്തിന്റെ താല്പര്യം മാത്രമാവും പങ്കുവെക്കാൻ. അപ്പം എല്ലാം ആ പുരുഷ ചൈതന്യത്തിന്റെ ചേഷ്ടയായി കാണാണ്, അതിന്റെ ചേഷ്ടയായി മാറുകയാണ്. അപ്പൊ അത് കാണുക, അറിയുക, അനുഭവിക്കുക എന്നുള്ളത് നമ്മളിൽ നിന്നും അതിന്റെ താല്പര്യമായി മാറുകയാണ്. അങ്ങനെ ഈ മൊത്തം അതാണ് ഈ പ്രത്യക്ഷ ആ ഉള്ളിലുള്ള അന്തരാത്മാവിന്റെ അധികമാണ് ആത്മസാക്ഷാത്കാരം.
പ്രാപ്തമാവും. അതിന്റെ താല്പര്യം. അതാണ് അവിടെയാണ്. പിന്നെന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ്? ഈ അന്തരായ അഭാവങ്ങൾ ഇല്ലാതായി മാറും. അങ്ങനെ സ്വരൂപ ദർശന അഭി അസ്യഭവതി. അങ്ങനെ അത് മഹാസാക്ഷാത്കാരത്തിലേക്ക്, നമ്മളെ വിവേകഖ്യാതിയിലേക്ക്, സ്വരൂപ ദർശന അസ്യഭവതി. നമ്മൾ നേരത്തെ യോഗസൂത്രത്തിൽ വിവേകഖ്യാതി സംസാരിച്ചവിടെ ആ വിവേകഖ്യാതി അവിടെ സംഭവിക്കുകയാണ്. ആ ചിത്തത്തിൽ നിന്ന് ചൈതന്യത്തെ വേർതിരിച്ചറിയും. അപ്പൊ അന്തരാത്മാവിന്റെ താല്പര്യത്തെ അറിയും. അപ്പോ ചിത്തത്തിന്റെ താല്പര്യം ഈ മാനിഫെസ്റ്റേഷൻ ആണെന്നും ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന്റെ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതായി മാറിയെന്നും ആ വിഘ്നങ്ങൾ ഇല്ലാതായി മാറുമ്പോൾ ആ ചൈതന്യത്തെ നമ്മൾ വേറിട്ടറിയാം. യഥാ ഏവ ഈശ്വര പുരുഷ ശുദ്ധ പ്രസന്ന കേവല അനുപസർഗ തഥാ അയം അപി ബുദ്ധേഹ പ്രതിസംവേദീയ പുരുഷ തം അധിഗച്ഛതി. യഥാ എങ്ങനെയെന്നാൽ ഇവിടെ പറയുന്നു, ഈശ്വരൻ എന്ന പുരുഷവിശേഷൻ, ഈശ്വര പുരുഷവിശേഷൻ, അവൻ ശുദ്ധനാണ്, പ്രസന്നനാണ്. പ്രസന്ന എന്ന അവിദ്യാദി ദുഃഖ ക്ലേശങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും പ്രസന്നമായിരിക്കുന്ന, എപ്പോഴും പ്രസാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ കേവലനാണ്. ആ കേവലത്വമുള്ള വണ്ണസ് ആണ്. അനുപസർഗ, അതിനെന്തെങ്കിലും കർമാശയങ്ങളില്ല. ഉപസർഗം എന്ന് പറഞ്ഞ കർമാശയങ്ങൾ എന്നാണ്. അപ്പോ അനുപസർഗം എന്ന് പറഞ്ഞ കർമാശയങ്ങൾ ഇല്ലാത്തത്. ഇവിടെ അനുപസർഗം എന്ന് പറഞ്ഞതാ. സദായം അഭി. അപ്പൊ എന്തെന്ന് അങ്ങനെ സംഭവിക്കുന്നു. ബുദ്ധേഹി പ്രതിസംവേദീയ പുരുഷ തം അധിഗച്ഛതി. അപ്പൊ ഇവിടെ ബുദ്ധേഹി പ്രതിസംവേദി എന്ന് പറഞ്ഞാല് ഈ ചിത്തം അതിന്റെ പ്രതിസംവേദിയാണ്. ആത്മാവിന്റെ താല്പര്യത്തിന്റെ ആ ചിത്തം എന്താണോ പ്രകടിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആത്മാവിന്റെ താല്പര്യം അവിടെ പ്രകടിതമാകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭോഗവും അപവർഗവുമേ ആത്മാവിന്റെ താല്പര്യത്തിൽ വരുന്നുള്ളൂ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ അന്തരായങ്ങൾ വരുന്നത്. അവിടെ അടുത്ത അന്തരായങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അന്തരായങ്ങൾ വരുന്നത്. അപ്പോ ഇതിനെ പ്രകടിപ്പിക്കുക. എന്താണോ നമ്മൾ ചിത്തത്തിൽ വെളിയിൽ നിന്ന് പോയിട്ട്, ചിത്തം വെളിയിൽ പോയിട്ട് കൊണ്ടുവരുന്നത് അതിനെ എന്ത് ചെയ്യാൻ പ്രകടിപ്പിക്കുക, അതിനെ ആവിഷ്കരിക്കുക. അതിന്റെ ചൈതന്യമാണ്. ആ ചൈതന്യത്താൽ അത് ആവിഷ്കരിക്കപ്പെടുകയാണ്. അപ്പൊ ചിത്തം എന്താണോ പ്രകടിപ്പിക്കുന്നത് അത് നടപ്പിലാക്കാൻ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു തടാകത്തിൽ ഒരു ഫുൾ മൂൺ ഡേക്ക് തടാകത്തിൽ ചന്ദ്രനെ കാണുന്നു. അപ്പൊ ഈ ചന്ദ്രനെ നമ്മളൊരു കല്ലിട്ട് ആ ചന്ദ്രൻ ഇളകും. ചന്ദ്രന് ഇങ്ങനെ മാറ്റമൊക്കെ സംഭവിക്കും. പക്ഷേ യഥാർത്ഥ ചന്ദ്രനൊന്നും സംഭവിക്കില്ലല്ലോ. ചന്ദ്രന്റെ ഈ നിഴലിലാണ്, തടാകത്തിൽ കാണുന്ന നിഴലിലാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. അതുപോലെ ആത്മാവിന് ഇത് ബാധിക്കും. പക്ഷെ തടാകത്തിൽ അതിന്റെ ഓളങ്ങൾ ഉണ്ടാവും, തരംഗങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലായി. അപ്പൊ ഈ ഉപാധിയിൽ ഉള്ള മാറ്റങ്ങൾ എന്തില്ല, ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഉപാധിയുടെ ഉപാധി എന്താണോ എടുക്കുന്നത് അതിനനുസരിച്ച് അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അത് ശരീരവും മനസ്സും എന്തായിരിക്കണം, ഈ ബോധത്തിന്റെ പ്രവാഹത്തിലേക്ക് വരികയാണ്. ശരീരവും മനസ്സും ആത്മാവിന്റെ താല്പര്യത്തിലേക്ക് വരാം. കാരണം ആത്മാവ് സുഖമോ ദുഃഖമോ ഇല്ല, അതിലൊന്നും സംഭവിക്കുന്നില്ല. അത് ഒരു വിറ്റ്നസ്സാണ്, സാക്ഷി മാത്രമാണ്. ഒരു ദ്രഷ്ടാവിനെ പോലെ അതിങ്ങനെ കാണുകയാണ്. അതിന് ജനനമരണങ്ങളോ ഗുണപർവങ്ങളോ സംബന്ധങ്ങളോ ഇല്ല. അസംഗനാണ്, അസംഗനായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പ്രകൃതിയും പുരുഷനും തമ്മിൽ ലീലയായി മാറുന്നത്. അപ്പൊ നമ്മൾ നിലനിൽക്കുന്നത് പ്രകൃതിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓരോ ഇതിന്റെ ലീല നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് അവിടെ പ്രത്യക്ഷേതന എന്ന് പറയുന്നത്. അപ്പോ ചിത്തം എങ്ങനെയാണോ വിഷയങ്ങളെ സ്വീകരിച്ച് അതിലെന്താണോ ഉള്ളത്, ചിത്തത്തിന് എന്താണോ പ്രകടിപ്പിക്കാൻ തോന്നുന്നത് അതായി മാറുക. അത് അനുകൂലമാണെങ്കിലും അത് അനുകൂലമായിരിക്കും, പ്രതികൂലമായിരിക്കും, സന്തുഷ്ടമായിരിക്കും, അസന്തുഷ്ടമായിരിക്കുമ്പോൾ അസന്തുഷ്ടമായിരിക്കും. വാസ്തവത്തിൽ ചിത്തവുമായിട്ട് യാതൊരു ബന്ധവും ഈ പ്രതിസംവേദി മാത്രമാണ്. ഇതിനുള്ള ശക്തി നൽകുക മാത്രം, ഒരു സാക്ഷിയായി നിൽക്കുക മാത്രമാണ്. അപ്പോ
ഇതിനെ രണ്ടിനെയും വേറിട്ട് അറിയാന്നുള്ള വിവേകത്തെയാണ്. ഇതിനെ രണ്ടിനെയും തം അധികച്ചതി, അങ്ങനെയാണ് അത് പ്രാപ്തമാവുന്നത്. വ്യാസഭാഷ്യത്തിലും പറയുന്നു. അപ്പോ ഈ അന്തരാത്മാവിന്റെ അറിവും അതിന്റെ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യപ്പെടുമ്പോൾ, അതിന്റെ പ്രതിബന്ധങ്ങൾ ഇല്ലാതായി തീരുമ്പോൾ, ആ പ്രതിബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രതിബന്ധങ്ങൾ അന്തരാത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തെറ്റുകയും ഈ അന്തരാത്മാവിന് സാക്ഷാത്കരിക്കുമ്പോൾ തന്നെ ഈ പ്രതിബന്ധനങ്ങൾ തടസ്സങ്ങൾ വിഘ്നങ്ങൾ ഇല്ലാതായി. അപ്പൊ അതാണ് ഇതില് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ആത്മാവിന്റെ സാക്ഷാത്കാരാണ് ലക്ഷ്യം. അത് നമ്മളിലുണ്ട്. അത് നമ്മൾ ഇൻഡിവിജ്വലി, അതാണ് യോഗസൂത്രന്റെ പ്രാധാന്യം. അത് ഇൻഡിവിജ്വലി നമ്മളിലുള്ളതാണ്. അത് ആ ഇൻഡിവിജ്വലിനെ നമ്മൾ കണ്ടെത്തുന്നുള്ളത്, ആ ഇൻഡിവിജ്വലുള്ള ആ ചൈതന്യത്തെ നമ്മൾ അറിയാന്നുള്ളത്. അതാണ് നമ്മൾ ഇതുവരെയുള്ള സൂത്രങ്ങളിൽ താല്പര്യത്തോടു കൂടി മനസ്സിലാക്കിയത്. ആ ഇൻഡിവിജ്വലുള്ള ആ ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ സർവവ്യാപകത്വം ഉള്ളതായി മാറുകയാണ്. അങ്ങനെയാണ് അതിനെ കണ്ടെത്തുന്നത്. അപ്പൊ അതിനെ കണ്ടെത്തുമ്പോൾ ഈ വിഘ്നങ്ങളില്ലാതായി മാറും എന്നുള്ളതാണ് ആദ്യത്തെ സൂത്രം നമ്മോട് പറയുന്നത്. ഇനി രണ്ടാമത്തെ സൂത്രം, വ്യാധി ധ്യാന സംശയ പ്രമാദ ആലസ്യ അവിരതി ഭ്രാന്തി ദർശന അലപ്ത ഭൂമികത്വ അനവസ്ഥിതത്വാനി ചിത്തവിക്ഷേപ തേ അന്തരായ. വ്യാധി സ്ഥാന സംശയ പ്രമാദ ആലസ്യ അവിരതി ഭ്രാന്തി ദർശന അലപ്ത ഭൂമികത്വ അനവസ്ഥിത്വാനി ചിത്തവിക്ഷേപ തേ അന്തരായ. അപ്പൊ ഇത് 30-ാമത്തെ സൂത്രം അല്ലെ? 30-ാമത്തെ സൂത്രം. അപ്പൊ ഈ അന്തരായങ്ങൾ പറയാട്ടോ. അപ്പോ കഴിഞ്ഞ സൂത്രത്തിൽ അന്തരായങ്ങൾ അഥവാ വിഘ്നങ്ങൾ എന്തൊക്കെയാണ്? ചിത്തവിക്ഷേപ അപ്പൊ ഈ അന്തരായങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയണം. ഈ അന്തരായങ്ങളാണ് വിക്ഷേപമായിട്ട് വരുന്നുണ്ട്. വിക്ഷേപം എന്നാ പറയുന്നത് ഇവിടെ. അപ്പോ അതാ കെ അന്തരായ ചിത്തവിക്ഷേപ. അപ്പോൾ ചിത്തത്തിന്റെ വിക്ഷിപ്തമാവുന്ന അന്തരായങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ അന്തരായ, വ്യാസഭാഷ്യത്തിൽ പറയാ, അതൊക്കെ അന്തരായ ചിത്തസ്യ വിക്ഷേപ പുനഃത്തെ ക്രിയന്ത നവ അന്തരായ ചിത്തസ്യ വിക്ഷേപ. അതായത് പുനഃത്തെ ക്രിയന്ത എന്ന് പറഞ്ഞാല് ഇവിടെ നവ അന്തരായ ചിത്തവിക്ഷേപ. ഇവിടെ 9 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ള. ചിലതിൽ 8 പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വാചസ്പതി മിശനയിലേക്ക് 8 താല്പര്യത്തിൽ പറയുന്നുള്ളൂ. വിജ്ഞാന ഭിക്ഷുവിലും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു തോന്നുന്നു. ഇവിടെ 9 പറയുന്നുണ്ട്. ചിലപ്പോ നമ്മളെ ഗുരു നിത്യചൈതന്യം അവിടെ 8 സൂചിപ്പിക്കുന്നുള്ളൂ. അതെന്താ വെച്ചാല് ചിലതിൽ അങ്ങനെ ആണ് സൂചിപ്പിക്കുന്നത്. 8 ഈ ലാസ്റ്റത്തെ 2 ഒന്നായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളിവിടെ പറയണത് നവ അന്തരായ എന്നാണ്. അപ്പോ ഇതെന്താ ഈ വിക്ഷേപങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനായി മാറുകയാണ്. അത് അതിന്റെ അവസ്ഥ ഒരു ഇൻഡിവിജ്വലിൽ സംഭവിക്കുന്ന അവസ്ഥാന്തരങ്ങളല്ലേ. അപ്പൊ അത് ഈ ലാസ്റ്റ് പറയുന്ന അനവസ്ഥിതത്വവും അതുപോലെ തന്നെ അലബ്ധ ഭൂമികത്വവും തമ്മിലുള്ള ചെറിയ ഒരു വ്യത്യാസങ്ങളാണ്. ഏതാശാം അഭാവതഃ ന ഭവതി പൂർവോക്ത ചിത്തവൃത്തയ ഏതേഷാം അബാധവഃ ന ഭവതി പൂർവേക്തോ ചിത്തവൃത്തയ. അപ്പൊ ഈ 5 ഇവിടെ പറയുന്നത് പൂർവോക്ത മുന്നേ കൂട്ടിയ ചിത്തവൃത്തികൾ അതും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ വ്യാധി സ്ഥാന സംശയ പ്രമാദ ആലസ്യ ആവൃതി ഭ്രാന്തി ദർശന അലപ്ത ഭൂമികത്വ അനവസ്ഥിത്വാനി ഈ ചിത്തവിക്ഷേപങ്ങള് ഈ ചിത്തവൃത്തികളും കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 5 ചിത്തവൃത്തികളും ഉൾപ്പെടുന്നതാണ് ഈ വിക്ഷേപങ്ങള്. വിക്ഷേപങ്ങൾ പറഞ്ഞ സ്കാറ്ററിങ്, ഡിസ്ട്രാക്ഷൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, വിക്ഷേപങ്ങൾ. അപ്പൊ അതും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് വിക്ഷേപം എന്ന് പറഞ്ഞ അതും. അപ്പൊ ഇനി അന്തരായങ്ങള്, ആ വിഘ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. വ്യാസഭാഷ്യം പറയുന്നത്
തത്ര വ്യാധി ധാതു രസ കരണ വൈഷമ്യം. അപ്പൊ വ്യാധി എന്ന് പറയുന്നത് തത്ര വ്യാധി ധാതുരസ കരണവശം. എങ്ങനെയാണ് ഇത്? ഇവിടെ വ്യാധി എന്ന് പറയുന്നത് ഡിസീസ് എന്നാട്ടോ. ഫസ്റ്റ് ഡിസീസിനാണ്. ഈസി അല്ലാതെ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈസി അല്ലാതെ സംഭവിക്കുക. അതിന്റെ ലാളിത്യം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സാഹചര്യം നഷ്ടപ്പെടുക, ഒരു ഈസിനെസ് നഷ്ടപ്പെടുക. അപ്പൊ വ്യാധി ഇവിടെ പറയുന്ന 3 കാര്യങ്ങളാ. ധാതു രസ കരണ വൈഷമ്യം. വ്യാധി വരാൻ കാരണം ഇത് ആയുർവേദത്തിലും ഇതൊക്കെ തന്നെ പറയണ്ടേ. ആയുർവേദത്തിൽ ഈ ധാതു എന്ന് പറഞ്ഞാല് വാദ പിത്ത കഫം. ആയുർവേദത്തിലും അതാണല്ലോ ധാതു, വാദ പിത്ത കഫങ്ങള്. രസം എന്ന് പറഞ്ഞാല് രസം, രക്തം, മാംസം, മേധസ്, അതുപോലെ തന്നെ മജ്ജ, അസ്ഥി, ശുക്ലം. അങ്ങനെ 7 ധാതുക്കളാണ് രസം. അപ്പൊ ഇതിനെ അഗ്നിയാണ് ഭജിക്കപ്പെടുന്നത്. അഗ്നി ഭജിക്കപ്പെടുന്നത് നമ്മൾ എന്താ പറയലേ, അങ്ങനെ ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് രസമായി മാറുന്നു. അത് അഗ്നിയാണ് അതിന്റെ കാർമ്മികത്വം ഏറ്റെടുക്കുന്നത്. അഗ്നി എല്ലാറ്റിനും വ്യാപത്വമുള്ളതാണ് അഗ്നി. അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്നി ഭജിക്കപ്പെടുക. അഗ്നി ഇതിനെ എന്താ ചെയ്യുന്നത്? അതിനെ പാകമാക്കണം. അപ്പൊ പാകമാക്കണം എല്ലാറ്റിനെയും. അപ്പൊ അന്നത്തിൽ നിന്ന് രസമുണ്ടാകുന്നു, രസത്തിൽ നിന്നും മാംസം, മാംസത്തിൽ നിന്നും മേധസ്, മേധസ്സിൽ നിന്നും അഗ്നി, അഗ്നിയിൽ നിന്നും മജ്ജ, മജ്ജത്തിൽ നിന്നും ശുക്ലം. 7 ധാതുക്കൾ. ഇനി അപ്പൊ ധാതു രസം കിട്ടി. ഇനി അതിന്റെ കരണവൈശ്യം. കരണം എന്ന് പറഞ്ഞാല് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും. ഇതിന്റെ വൈഷമ്യം, ഈ 3ന്റെയും വൈഷമ്യം. അപ്പൊ ഇത് ഭയങ്കര ഡീപ്പ്, ഭയങ്കര ഒരുപാട് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഒരുപാട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ്. ഇപ്പൊ നമ്മളിപ്പോ ഈ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ കരണം എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും കാണുന്നു, നമ്മൾ ശബ്ദസ്പർശ രസരൂപബന്ധങ്ങൾ കാണുന്നു, നമ്മൾ അതിലേക്ക് പോകുന്നു, അതിനെ സ്വീകരിക്കുന്നു. നമ്മൾ ചില ഭക്ഷണങ്ങൾ ഓവറായി കഴിഞ്ഞാൽ, ചില ഭക്ഷണം കുറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിന്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ വിഷമതകൾ കാരണം നമ്മുടെ പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളാണ്. ഈ കരണവൈഷമ്യങ്ങളാണ്. ഓ, നമ്മൾ ഗീതയിൽ കുരുക്ഷേത്രങ്ങളില്ലേ, അത് കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഈ 11 ഇന്ദ്രിയങ്ങൾ കൂടിയ ക്ഷേത്രമാണ്, ഫീൽഡാണ്, ശരീരമാണ്. അപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. 11 ഇന്ദ്രിയങ്ങൾ തമ്മിലുള്ള ഒരു ഭൂമികയിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് വ്യാധി. അപ്പോ ഇതിങ്ങനെ പരസ്പരം ബന്ധിതമാട്ടോ. ഈ ധാതു രസകരണ വൈഷമ്യങ്ങൾ പരസ്പരം ബന്ധിതമാണ്. ഇത് ഞാൻ അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയി പോവാം. വെച്ചാല് ഇത് കംപ്ലീറ്റ് ആവില്ല. ഞാൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഡിസീസ് വരുന്നത് ആയുർവേദത്തില് ആദിജവ്യാധി, അനാദിജവ്യാധി എന്നുള്ള. ആദിജവ്യാധി എന്ന് പറഞ്ഞാല് മാനസികമായ അസുഖങ്ങളും, അനാദിജവ്യാധി എന്ന് പറഞ്ഞാല് ശാരീരികമായ അസുഖങ്ങളും. അപ്പോ ആദിജവ്യാധി നമ്മളെ ഡിസിപ്ലിൻ വേണം. ആദിജവ്യാധി മനസ്സിലാക്കാൻ സെൽഫ് റിലാക്സേഷൻ വേണം, ആത്മസാക്ഷാത്കാരം വേണം, അതുപോലെ തന്നെ നല്ല ലൈഫ് സ്റ്റൈലും വേണം. മാനസികമായ രോഗങ്ങൾ. അനാദിജവ്യാധി എന്ന് പറഞ്ഞാൽ അതിന് മെഡിസിൻ ആണ്. ഫിസിക്കൽ എന്തെങ്കിലും അതിന് ഔഷധങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഔഷധങ്ങൾ, നമ്മളെ ഭക്ഷണവും ഔഷധമാണല്ലോ. പിന്നെ നമ്മൾ ഇനി പറയുന്നതിനൊക്കെ യോഗ എത്ര കണ്ട് പ്രബലമാകുന്നുണ്ട്. ഇവിടെ ധ്യാനം എങ്ങനെ വേണം, പ്രാണായാമം, ആസനങ്ങൾ, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു എന്നുള്ളത് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിലൊക്കെ ഇത് ഉപയോഗപ്പെടും. അപ്പൊ ഞാൻ ഇതിന്റെ പോരായ്മകളെ കുറിച്ച് പറയാം. ആ പോരായ്മകളുള്ള മരുന്നായിട്ടാണ് നമ്മൾ യോഗസൂത്രത്തിലും മറ്റുള്ള നമ്മൾ ധ്യാനമാണെങ്കിലും ഉപവാസമാണെങ്കിലും ഭക്ഷണ ക്രമീകരണ ഡയറ്റ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനിപ്പോ നമ്മൾ ആയുർവേദത്തില് സ്വസ്ഥവൃത്ത എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സ്വസ്ഥവൃത്ത കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ അത് സ്വസ്ഥവൃത്തന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അസുഖം വരുന്നതിന് മുന്നേ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അസുഖം വന്നിട്ടില്ല, ബാക്കിയുള്ളൊക്കെ അസുഖം വന്നിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. മറ്റേത് ഈ ആയുർവേദത്തിൽ ഈ സ്വസ്ഥവൃത്ത ഡിപ്പാർട്ട്മെന്റ് അസുഖം വരുന്നത്. അപ്പൊ നമ്മളൊരു ശരിക്കും ഒരു സ്വസ്ഥവൃത്ത ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ പോയി കാണുന്നില്ല. അയാൾ എങ്ങനെയാണ് ദിനചര്യ, ഋതുചര്യ, ഏത് കാലത്തിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണം, നമ്മളെ വാതപിത്ത കഫങ്ങളൊക്കെ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തരും.
നമ്മളെ ധാതുക്കളെ രസങ്ങളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മൾ ഏത് തരം ഡയറ്റാണ്, ഭക്ഷണങ്ങൾ ക്രമീകരണമാണ് നമ്മുടെ ശരീരത്തിന് ഉതകുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ലൈഫ് സ്റ്റൈലിനെ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസീസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി അടുത്ത ധ്യാനം, അകർമ്മണ്യത, നിരുത്സാഹത. അപ്പൊ ഇവിടെ പറഞ്ഞത് വ്യാസഭാഷത്തില് അകർമ്മണ്യത ചിത്തസ്യാസ്ത്യാനം, അതായത് കർമ്മം ചെയ്യാതിരിക്കുക, ചിത്തം കർമ്മം ചെയ്യാതിരിക്കുക, മനസ്സിന്റെ അകർമ്മണ്യത, മനസ്സിന്റെ പ്രവർത്തനിപ്പിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥ. മനസ്സൊന്നും ചെയ്യാൻ തോന്നാതില്ല, മനസ്സിങ്ങനെ മന്ദബുദ്ധിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഈ ഓട്ടിസം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ട് നല്ല ആരോഗ്യമായിരിക്കും, പക്ഷെ അവർക്ക് ഇങ്ങനെ ഈ ഒരു ഡൾനെസ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ആരോഗ്യം ഉണ്ടാവും ആൾക്ക്, പക്ഷെ ഒരു ഡൾനെസ് ആയിരിക്കും. ധ്യാനം അതൊരു അന്തരായങ്ങളാണ്, ഒരു അന്തരായമാണ് ഡൾനെസ്. അപ്പോ ഉത്സാഹം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോ അതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ പ്രാണായാമം, ധ്യാനം ഇതൊക്കെ ഉപകാരപ്പെടും, യോഗ അതൊക്കെ ഉപകാരപ്പെടും. നമ്മളിപ്പോ അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ടൈം പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം, ഇത് മൊത്തം ഒന്ന് എടുത്തു പോവാം. അപ്പോ യോഗ, ഈ ധ്യാനം വരുമ്പോ നമുക്ക് നമ്മള് മനസ്സിന് അകർമ്മണ്യത വരും, നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഇത് നഷ്ടപ്പെടും, നമുക്ക് എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് താല്പര്യം നഷ്ടപ്പെടും, കാരണം നാഡികൾക്കൊക്കെ ബലമില്ലാതായി മാറും. അങ്ങനെയാണ് ധ്യാനം. ഇതൊക്കെ കുറച്ചും കൂടി ഒരു എല്ലാ തലത്തിൽ നിന്നും നോക്കി കാണാൻ ശ്രമിക്കാം കേട്ടോ. എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഏകദേശം ഒരു താല്പര്യം വെച്ചിട്ടാണ്. ഇനി അടുത്തത് ഒരു സംശയം, ഡൗട്ട്. അപ്പോ ഇവിടെ പറയുന്നത് വ്യാസഭാഷത്തില് ഉപയോഗോടി സ്പൃക് വിജ്ഞാനം സ്വാദ ഇതം ഏവം ഇത സ്വാദ്. സംശയം, വ്യാധി, ധ്യാന, സംശയം. അത് രണ്ട് ഉഭയകോടി സ്പൃക് വിജ്ഞാനം എന്നാണ്. ഉഭയകോടി സ്പൃക് വിജ്ഞാനം എന്ന രണ്ട് തലത്തിലും സ്പർശിക്കാം, നെഗറ്റീവിലും പോസിറ്റീവിലും സ്പർശിക്കുക എന്നുള്ള. ഇത് ഇങ്ങനെയാണോ അതാ എങ്ങനെയാണോ, ഇത് ഇങ്ങനെയല്ലേ ഇങ്ങനെയാണോ എന്നുള്ള സംശയം വരിക. കയറാണ്, ഇപ്പൊ വേദാന്തത്തിലൊക്കെ പറയല്ലേ, കയറാണോ പാമ്പാണോ എന്നുള്ള സംശയം വരിക. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സംശയം വരിക, ഇത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ വല്ല ഗുണം കിട്ടുമോ, ഇതൊക്കെ വലിയ സംശയം വരും. ചില ഈ യുക്തിവാദികളൊക്കെ യോഗ ചെയ്താല് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്താ വെച്ചാല്, അവര് ഈ കുറെയൊക്കെ ഈ ഹഠയോഗ കൊണ്ടുപോയിട്ട് ആളുകൾ സർക്കസ് ഉപയോഗിക്കും. അപ്പൊ അതിന് വെച്ചുകൊണ്ടാണ് യുക്തിവാദികൾ ഇത് നേരിടുക. നമുക്ക് ഒരുപാട് പറയാണ്ട്. അപ്പൊ യുക്തിവാദികൾ നേരിടുമ്പോൾ നമുക്ക് ഡൗട്ട് വേണം, ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു യോഗ ട്രെയിനറുടെ മുഖാന്തരത്തിൽ നമുക്ക് ഇണക്കമുള്ളത് നമുക്ക് സജ്ജമായി ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നതാണ് യോഗ. അപ്പൊ അതൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ഈ സംശയം വരും, ഡൗട്ട് വരും. ഇതാ ശീർഷാസനം ചെയ്ത് ഞാൻ സ്പൈനൽ കോഡിന് തകരാറാണ്, കണ്ണിന്റെ റെറ്റിനൊക്കെ തകരാറാണ്. ശീർഷാസനം ചെയ്യാൻ അത്രയും സ്റ്റേബിൾ ആയ ആളുകളെ ചെയ്യുക, ശീർഷാസനം അത്രയും ഹെൽത്ത് ഉള്ള ആളുകളെ ചെയ്യുക, അല്ലാതെ എല്ലാരും പോയിട്ട് ശീർഷാസനം ചെയ്യാൻ ഉപദേശിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ ആകെ തെറ്റായി. അതാണ്, ഇത് ഒരു ആചാര്യന്റെ കീഴിലാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. അതായിരുന്നു ഇതൊക്കെ പണ്ട് ഗുപ്തമായി ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ ആചാരം തന്നെ പഠിക്കണ്ടേ. അപ്പൊ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ അതാണ്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ ഇനി പോകുന്നില്ല. നമുക്ക് അപ്പോ സംശയം എന്ന് പറഞ്ഞാൽ ഡൗട്ട്, നമ്മൾ ഇത് ചെയ്താൽ ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. അതാണ് ഇവിടെ സ്വാദ് ഇതം സ്വാദ്. ഇപ്രകാരമാണോ അപ്രകാരമാണോ എന്ന സംശയം വരുന്നത്, രണ്ട് തലത്തിൽ സ്പർശിക്കുന്നത്. അടുത്തത് വരുന്നത് പ്രമാദം. പ്രമാദം എന്ന് പറഞ്ഞാൽ അശ്രദ്ധ, കെയർലെസ്നെസ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എന്തൂസിയാസം. പ്രമാദം. അതിന് പ്രയത്ന കർത്തവ്യേ കാര്യവിസ്മൃതി എന്ന് പറയുന്നുണ്ട്. പ്രയത്നം, കാര്യത്തോടെടുക്കുമ്പോൾ പ്രയത്നം ചെയ്യാതെ വരിക, കാര്യത്തോട് എടുക്കുമ്പോൾ പ്രയത്നത്തിന് ഗ്ലാനി സംഭവിക്കുക. അവിടെ പറയുന്നത് വ്യാസഭാഷത്തിൽ പറയുന്നത് പ്രമാദ സമാധി സാധനാനാം അഭാവനം. സമാധി ചെയ്യാനുള്ള, സമാധിക്ക് വേണ്ടി സാധന അനുഷ്ഠിക്കാതിരിക്കുക. എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് പോകാതിരിക്കുക. ആ ലക്ഷ്യമാക്കുന്നത് സെൽഫ് റിയലൈസേഷൻ ആണെങ്കിൽ ബാക്കിയുള്ളൊക്കെ ചെയ്യുക, അതിന് മാറ്റിവെക്കുക.
നമ്മൾ ലക്ഷ്യം മറന്നിട്ട് വഴിയിൽ കടന്ന് വീട്ടിലേക്ക് എത്താത്ത റോഡിലിരിക്കുക. അതാണ് പ്രമാദം. വീട്ടിലേക്ക് പോകേണ്ട ആള് വീട്ടിലേക്ക് എത്തുന്നില്ല, റോഡിലിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ വരരുത്. പ്രമാദം, കെയർലെസ്നെസ് വരരുത്. അത് പ്രമാദം വരുന്നത് തമോ ഗുണത്തിൽ നിന്നാണ്. തമോ ഗുണത്തിൽ നിന്നാണ് പ്രമാദം വരുന്നത് പറഞ്ഞത്. അത് ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അത് ഈ പ്രമാദമായി മാറും. നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അങ്ങ് ചിന്തിക്കണം. നമുക്ക് പിന്നെ നമ്മൾ ചിന്ത എന്ത് നേട്ടം ഉണ്ടാകുന്നതാണ്. അപ്പോ ഈ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കും, അത് നമ്മളെ ബലഹീനതയെ മാറും. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ കുറച്ചും കൂടി അവയർനെസ്സോട് കൂടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോ കാര്യത്തിൽ നമ്മൾ കൂടുതൽ അവയർനെസ്സോട് കൂടി പ്രവർത്തിക്കുമ്പോൾ കുറച്ചും കൂടി ക്രമീകരിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ആ പ്രമാദം വിട്ടൊഴുകും. അപ്പൊ അവിടെ ക്രിയേറ്റീവ്നെസ്, ഒരു സർഗാത്മകത വരാൻ തുടങ്ങും നമ്മൾ. അല്ലെങ്കിൽ എന്താ വെച്ചാല് നമ്മള് ഈ ഇത് നേരത്തെ പറഞ്ഞ സംശയം വന്നിട്ട് ഇതൊക്കെ അങ്ങനെ കണക്റ്റഡ് ആട്ടോ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്ട്. അപ്പോ കാര്യം മറന്നിട്ട് വേറെ വല്ല കാര്യങ്ങളേക്ക് പോകും. അപ്പൊ അത് കിട്ടാതെ വരുമ്പോ അതും ബുദ്ധിമുട്ടാവും. അപ്പോ ഇനി അടുത്തത് ആലസ്യം, ലേസിനെസ്. അപ്പൊ ഈ പ്രമാദം നേരെ ലേസിനെസ്സിലേക്ക്, ആലസ്യം. ആലസ്യം എന്ന് പറയുന്ന വ്യാസഭാഷ്യത്തിൽ പറയുന്നു, ആലസ്യം കായസ്യ ചിത്തസ്യ ച ഗുരുത്വ അപ്രവൃത്തി. അപ്പോ ശരീരത്തിന്റെയും, കായം എന്ന് പറഞ്ഞ ശരീരം, ചിത്തത്തിന്റെയും ഗുരുത്വ അപ്രവൃത്തി, അതിന്റെ ഭാരം മൂലം പ്രവർത്തിക്കാതിരിക്കും. ശരീരത്തിന്റെയും ചിത്തത്തിന്റെയും ഭാരം മൂലം പ്രവർത്തിക്കാതിരിക്കും. അങ്ങനത്തെ ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പിത്തം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പിത്തം കൂടിയാലും പ്രശ്നമാണ്. കഫത്തിന്റെ ഒരു നേരിയ സ്വഭാവം അതിലുണ്ട്, ഒരു കൂടുതൽ ഉറങ്ങുക, അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം കനം കൊടുക്കും. അപ്പൊ ഒന്നും ചെയ്യാൻ തോന്നൂല. പ്രമാദമൊക്കെ വന്ന് ആകെ കാര്യത്തിനോടും കാര്യം മറന്നിട്ട് നമ്മൾ ഇരിക്കുക. ഒരുപാട് ഭക്ഷണം കഴിച്ച് തടി കൂടിക്കഴിഞ്ഞാൽ ആലസ്യം വരും. അപ്പോ പിന്നെ നമ്മള് അലസത അതിന് കാരണമാകും. അലസത കുറെയൊക്കെ നമ്മൾ അധ്വാനം ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പൊ അതൊക്കെ ഈ നമ്മൾ അച്ചടക്കത്തോടെ ജീവിത രീതി പിന്തുടരാതിരിക്കുക, അങ്ങനെയൊക്കെ വരും. ഇപ്പൊ അച്ചടക്കത്തോടെ ജീവിത രീതി കൊണ്ടുപോവുക, നല്ല ഭക്ഷണം ക്രമീകരിക്കുക, ഡയറ്റ് കറക്റ്റ് ആക്കുക. മെയിനായിട്ട് മടി ഉണ്ടാകരുത്. മടി പാടില്ല. ആലസ്യം, ലേസിനെസ്. അപ്പോ ഈ ശരീര മനസ്സുകൾ വളരുന്ന തളർച്ചയാണ് ഈ ആലസ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വേൾഡ്ലി മൈൻഡഡ്നെസ്, അവിരതി, വേൾഡ്ലി മൈൻഡഡ്നെസ്, അത് ലൗകിക ചിന്താഗതി, വേൾഡ്ലി മൈൻഡഡ്നെസ്. അപ്പൊ അവിരതി ചിത്തസ്യ വിഷയസംപ്രയോഗ ആത്മഗർദ്ധ. അതായത് ചിത്തത്തിന് വിഷയത്തോടുള്ള സംപ്രയോഗം കൊണ്ട് ആസക്തി സ്വരൂപമായി മാറുക, അവിരതി മാറും. അതായത് വേൾഡ്ലി മൈൻഡഡ് ആയിരിക്കും. നമ്മൾ ലൗകികമായ ചിന്താഗതി കൂട്ടുക, നമുക്ക് ആസക്തി കൂടുക. രാഗം എന്ന് പറഞ്ഞാൽ വിഷയത്തോടുള്ള നിരന്തരം ആസക്തിയാണല്ലോ. വിരാഗം എന്ന് പറഞ്ഞാൽ വിരാഗ സ്വഭാവം, രാഗത്തിന് വിമുക്തിയാണ്, മാറ്റി നിൽക്കുകയാണ്. അങ്ങനെ ഇത് ഇല്ലാതിരിക്കാം, വിരാഗമില്ലാതിരിക്കും, ആസക്തനായിരിക്കും. വിരതി എന്ന് പറഞ്ഞാൽ രാഗമില്ലാതിരിക്കുക, അവിരതി രാഗമുള്ള അവസ്ഥയുണ്ട്. അപ്പോ ഇന്ദ്രിയങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആഗ്രഹത്തിന് നമ്മൾ ഒരു ലഡു കഴിച്ചാൽ 3 ലഡു കഴിക്കുമ്പോൾ ഷുഗർ കൂടും, പ്രഷർ കൂടും. അങ്ങനെ ഫുഡിനോടും പല വിഷയങ്ങളോടും നമ്മൾ ആസക്തി വരും. അങ്ങനെ ലൗകിക മോഹങ്ങളോട്, നമ്മുടെ ഉള്ളിലുള്ള ഒളിഞ്ഞിരിക്കുന്ന വിഷയങ്ങളോട് ഇതൊക്കെ നമുക്ക് താല്പര്യം വരും. അങ്ങനെ